ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിനമാണ്. നമുക്കൊക്കെ ഒരുപാട് സന്തോഷവും അനുഗ്രഹവും ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്, ഈ ഒക്ടോബർ 22. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നേരുവാൻ ഞാനും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 1920 ജനിച്ച് 2005 മരണമടഞ്ഞ വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ സഭയുടെ വളർച്ചയിൽ നിർണായകമാണ് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാവുന്നവരാണ് എന്നെ ശ്രവിക്കുന്ന, എന്നെ കാണുന്ന ഭൂരിഭാഗം പേരും. 27 വർഷക്കാലമാണ് അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം കൊടുത്തത്, കത്തോലിക്ക സഭയെ നയിച്ചത്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ നന്മയും ജീവിതത്തിലെ സഹനങ്ങളുമൊക്കെ നമുക്കൊരു പ്രചോദനവും അനുഗ്രഹവുമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ ഒരു ജീവിതത്തെ നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കാം. കരോൾ വോയ്റ്റീവ എന്നായിരുന്നു ആ ബാലനായ അവൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുൻപേ തന്നെ ഒരു സഹോദരി മരിച്ചു. 9ാമത്തെ വയസ്സെത്തിയപ്പോഴേക്കും അമ്മ മരിച്ചു. 12ാമത്തെ വയസ്സിൽ സഹോദരൻ മരിച്ചു. 21ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു. പിന്നെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്. മാതാപിതാക്കളില്ല, സഹോദരിമാരില്ല, സഹോദരന്മാരില്ല. ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് ഒറ്റപ്പെട്ട കാലഘട്ടമായിരുന്നു. ഈ കരോൾ വോയ്റ്റീവ പാറമടയിൽ പണിയെടുത്താണ് ജീവിച്ചത്. പാറമടയിൽ പണിയെടുത്ത് പഠിക്കുവാനുള്ള ക്യാഷ് സമ്പാദിച്ചു. സെമിനാരി പരിശീലനത്തിൻ്റെ കാലഘട്ടമൊക്കെ അവധി കാലഘട്ടങ്ങളിൽ പാറമടയിൽ പണിയെടുക്കുമായിരുന്നു. ഒരിക്കൽ പാറമടയിൽ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കരോൾ വോയ്റ്റീവയെ ഒരു ട്രക്ക് ഇടിച്ചു വീഴ്ത്തി. അന്ന് അദ്ദേഹം പോളണ്ടിലെ വഡോവിസിലാണ്. പോളണ്ടിലെ വഡോവിസിൽ ഈ ട്രക്ക് ഇടിച്ചു വീഴ്ത്തി അദ്ദേഹം ഒരു കാനയിൽ കിടക്കുകയാണ്. ട്രക്ക് നിർത്താതെ കടന്നുപോയി. ആ കാനയിൽ കിടന്നുകൊണ്ട് ആരും രക്ഷിക്കാനില്ലാതെ കരഞ്ഞ് നിലവിളിക്കുകയാണ് കരോൾ വോയ്റ്റീവ. എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഡോവിസിലെ കാനയിൽ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ഈ കരോൾ വോയ്റ്റീവ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് വഡോവിസിലെ ഇടവക ദേവാലയത്തിൻ്റെ മുഖവാരത്തുള്ള മാതാവിൻ്റെ സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യുവിലേക്ക് നോക്കി കരോൾ വോയ്റ്റീവ വീണ്ടും നിലവിളിച്ചു പറയുകയാണ്, എനിക്കാരുമില്ല, പക്ഷേ ഞാൻ പൂർണ്ണമായും നിൻ്റെത് മാത്രമാണ്. തോത്തൂസ് തൂസ്, ഞാൻ പൂർണ്ണമായും നിൻ്റെത് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ കരോൾ വോയ്റ്റീവ സെമിനാരി പരിശീലനം പൂർത്തിയാക്കി 26ാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി. തുടർന്ന് അങ്ങോട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ കാലഘട്ടം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 26ാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി. 38ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി. 44ാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാപ്പൊലിത്തയായി. 47ാമത്തെ വയസ്സിൽ അദ്ദേഹം കർദിനാളായി. 58ാമത്തെ വയസ്സിൽ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. കോൺക്ലേവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോളണ്ടിൽ നിന്നുള്ള ക്രാക്കോവ് അതിരൂപതയുടെ അധ്യക്ഷനായ കർദിനാൾ കരോൾ വോയ്റ്റീവ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എടുക്കുന്ന പേരെന്താണ്? ഈ കരോൾ വോയ്റ്റീവ പറഞ്ഞു, ജോൺ പോൾ സെക്കൻഡ്. വീണ്ടും രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹത്തോടുള്ള ചോദ്യം ഇതാണ്, അങ്ങ് എടുക്കുന്ന ആപ്തവാക്യം എന്താണ്? പോളണ്ടിലെ വഡോവിസിലെ കാനയിൽ കിടന്നുകൊണ്ട് ഇടവക ദേവാലയത്തിൻ്റെ മുഖവാരത്ത് ഉയർന്നു നിൽക്കുന്ന മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഈ കരോൾ വോയ്റ്റീവ ആപ്തവാക്യമായിട്ട് വിളിച്ചു പറയുകയാണ്, തോത്തൂസ് തൂസ്, ഞാൻ പൂർണ്ണമായും നിൻ്റെത് മാത്രമാണ്. പ്രിയമുള്ളവരെ, തീർത്ഥാടക പിതാവാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ദ പിൽഗ്രീം പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തീർത്ഥാടകനായ പിതാവ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ
119ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഭാരതം 2 തവണ സന്ദർശിച്ചിട്ടുണ്ട്. 266 മാർപ്പാപ്പമാരിൽ കേരളം സന്ദർശിച്ചിട്ടുള്ള ഏക മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 1986 കേരളം സന്ദർശിച്ചപ്പോഴാണ് അൽഫോൻസാമയെയും ചാവറയച്ചനെയും വാഴ്ത്തപ്പെട്ടവരായി ഉയർത്തിയത്. രണ്ടുപേരും ഇന്ന് വിശുദ്ധരാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 14ഓളം ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വീണ്ടും സഭയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. 14ഓളം ചാക്രിക ലേഖനങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. 482ഓളം പേരെ അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. 1327ഓളം പേരെ അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തി. 465 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറ്റലിക്ക് പുറത്തു നിന്നും ഒരാൾ മാർപ്പാപ്പയായി പോലും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ കയറി വന്ന വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 3 പ്രാവശ്യമാണ് അദ്ദേഹം വധശ്രമത്തെ നേരിട്ടത്. ഒരിക്കൽ അത് ഭീകരമായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഭീകരമായിരുന്നു അത്. അതൊരു മെയ് മാസം 13-ാം തീയതിയായിരുന്നു, ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിനം. ആ തിരുനാൾ ദിനത്തിൽ വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് ഒരു തുർക്കി ഭീകരൻ അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയും അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ഇറ്റലിയിലെ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ഒക്കെ ചെയ്ത സംഭവവും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോഴും ആര് തങ്ങളെ ചേർത്ത് പിടിച്ച് രക്ഷിച്ചുവെന്ന് ചോദിച്ചാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചു. പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു സൂക്ഷിച്ചു. മാതാവിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സുഖം പ്രാപിച്ച് തിരിച്ചു വരുമ്പോൾ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ വ്യക്തിയെ പോയി കാണുകയും അവനോടൊപ്പം സമയം ചെലവഴിക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ശരീരം തുളച്ചു കയറിയ വെടിയുണ്ട ഫാത്തിമയിലെ മാതാവിൻ്റെ കിരീടത്തിൽ കൊണ്ടുപോയി ചാർത്തുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ ഒരു അതീവ ഭക്തനായിരുന്നു. ആ ഭക്തിയാണ് കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങളിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനകളിലൊന്ന് ജപമാല പ്രാർത്ഥനയാണ്. നമ്മുടെ പാരമ്പര്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ട് പോലും 500ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ട്. 500ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ പ്രാർത്ഥനയിൽ, അതിലും പഴക്കമുണ്ട് പ്രാർത്ഥനയ്ക്ക്, പക്ഷേ ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചിട്ട് 500ഓളം വർഷം പഴക്കമുള്ള ഈ പ്രാർത്ഥനയിൽ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹമാണ് വിശുദ്ധ കുർബാനയും സഭയും എന്ന പേരിൽ മനോഹരമായൊരു ചാക്രിക ലേഖനം പോലും പുറത്തിറക്കിയത്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുവാൻ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു നിമിത്തമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജന്മനാട്ടിലേക്ക് നടത്തുന്ന മടക്കയാത്ര വളരെ ശ്രദ്ധേയമാണ്. ഡോക്ടർമാരൊക്കെ വിലക്കിയിട്ടും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടു കൂടിയാണ് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളണ്ടിലേക്ക് യാത്ര പോകുന്നത്. പോളണ്ടിൽ ചെന്ന് പബ്ലിക്കായിട്ടുള്ള സന്ദർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും വ്യക്തിപരമായൊരു സന്ദർശനം. താൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കടന്നു ചെല്ലുകയാണ്. ജനിച്ചു വളർന്ന വീട്ടിലേക്ക് കടന്നു ചെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മുറിയിൽ പോയിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ച ഊട്ടുമുറിയിൽ പോയിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് മാതാപിതാക്കൾ കിടന്നു മരിച്ച കട്ടിലിനടുത്ത് പോയിരുന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരയുകയാണ്. മാർപ്പാപ്പ തിരിച്ച് റോമിലേക്ക് പോരുന്ന നേരത്ത് പത്രക്കാർ കൗശലപൂർവ്വം മാർപ്പാപ്പയോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: അങ്ങ് എന്തിനാണ് പറ്റാത്ത കാലത്ത് ഇതുപോലെ ഒരു മടക്കയാത്ര നടത്തിയത്? അങ്ങ് എന്തിനാണ് പറ്റാത്ത കാലത്ത് ഇതുപോലെ ഒരു മടക്കയാത്ര നടത്തിയത്? മാർപ്പാപ്പ അതിന് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്: എൻ്റെ വിശ്വാസത്തിൻ്റെ ഗർഭപാത്രം എൻ്റെ കുടുംബമാണ്. ഞാൻ ആദ്യം കേട്ട സുവിശേഷ പ്രഘോഷണം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നല്ല വാക്കുകളാണ്. ഞാൻ ആദ്യം സ്വീകരിച്ച വിശുദ്ധ കുർബാന എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ചുംബനമാണ്. പ്രിയമുള്ളവരെ, ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മെ കൃത്യമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ ഗർഭനിക്ഷേപങ്ങളായി മാറണം.
മാർപ്പാപ്പയുടെ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാൻ ഉതകുന്നതാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 40 വാക്യങ്ങളുടെ സമാഹരണമാണ്. അതിൽ ആദ്യത്തെ 3 വാക്യങ്ങൾ വിശ്വാസം എന്താണെന്നും വിശ്വാസത്തിൻ്റെ തത്വം എന്താണെന്നുമാണ് വിവരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള 37 വാക്യങ്ങൾ വിവരിക്കുന്നത് മുഴുവനും അബ്രാഹം മുതൽ ഇങ്ങോട്ട് ജീവിത സാക്ഷ്യം നൽകിയവരുടെ കഥകളാണ്, സംഭവങ്ങളാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് മുൻപിൽ ഒരു സാക്ഷ്യം നൽകുകയായിരുന്നു. യുവജനങ്ങളെ, നിങ്ങളാണ് സഭയുടെ ശക്തി, അഥവാ നിങ്ങൾ തന്നെയാണ് സഭയെന്ന് പറഞ്ഞ് യുവജനങ്ങളെ ചേർത്ത് പിടിച്ച മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹമാണല്ലോ ഈ യുവജന സംഗമം, ആഗോള യുവജന സംഗമമൊക്കെ ആരംഭം കുറിക്കുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. ഈ മാർപ്പാപ്പയോടുള്ള സ്നേഹവും ഈ മാർപ്പാപ്പയോടുള്ള വണക്കവും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും അനുഗ്രഹമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിക ലേഖനം. ഈ സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിക ലേഖനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആരംഭിക്കുന്നത് ധനികനായ ചെറുപ്പക്കാരൻ്റെ കഥ പറഞ്ഞിട്ടാണ്. ഈ ധനികനായ ചെറുപ്പക്കാരൻ്റെ കഥ പറയുമ്പോൾ ഈ മാർപ്പാപ്പ ആ ധനികനായ ചെറുപ്പക്കാരന് കൊടുത്തിരിക്കുന്ന പേര് മിടുക്കനായ ചെറുപ്പക്കാരൻ എന്നാണ്. മിടുക്കനായ ചെറുപ്പക്കാരൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവനെ മിടുക്കനായ ചെറുപ്പക്കാരൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഇവൻ കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് കർത്താവിനോട് ചോദ്യം ചോദിക്കുകയാണ്. കർത്താവിനോട് ചോദിച്ച ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അവൻ്റെ ചോദ്യത്തിന് കർത്താവ് അവന് ഉത്തരം കൊടുക്കുകയാണ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക. വീണ്ടും അവൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു: അടുത്ത കൽപ്പന ഏതാണ്? അപ്പോഴും കർത്താവ് പറഞ്ഞു, മാതാപിതാക്കളെ ബഹുമാനിക്കുക. വീണ്ടും അവൻ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കർത്താവ് അവൻ ഉത്തരവൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവൻ മിടുക്കനായി നിൽക്കുകയാണ്. കാരണം അവൻ കർത്താവിനോട് പറഞ്ഞു, ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പാലിക്കുന്നവനാണ്. ഇത് പറഞ്ഞിട്ട് ഈ ധനികനായ ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരനോട് കർത്താവ് പറയുന്ന ഒരു ഉത്തരവുണ്ട്: നിൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ കണ്ടുപിടിക്കുവാൻ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ പോയി വെറുതെ ഇരുന്നാൽ മതി. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറയാറില്ലേ, ദേവാലയത്തിൽ പോയി വെറുതെ ഇരുന്നാൽ മതി. അവിടെ പോയി ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആവാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കൃഷിയുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ബാധ്യതകൾ, മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ അസ്വസ്ഥതയൊക്കെയാണ് മനസ്സിലൂടെ കടന്നു പോവുക. പക്ഷേ നമ്മുടെ ഹൃദയം കാണുന്നവൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ അവിടെയുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2005 മരിച്ചു. ഇന്ന് ഒക്ടോബർ മാസം 22-ാം തീയതിയാണ്. പക്ഷേ സാധാരണഗതിയിൽ വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ അവരുടെ മരണ ദിവസം ആഘോഷിക്കുന്ന പതിവാണ് നമുക്കുള്ളത്. പക്ഷേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത് അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേറ്റ ദിവസമാണ്. 1978 ഒക്ടോബർ 22. അന്നാണ് അദ്ദേഹം കത്തോലിക്കാ സഭയുടെ 264-ാമത്തെ മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുന്നത്. ആ സ്ഥാനമേറ്റ ദിവസം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആചരിക്കുന്ന പതിവ് അദ്ദേഹം വിശുദ്ധനാക്കപ്പെട്ടതോടുകൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഭൂഗർഭാലയത്തിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. പിന്നീട് അങ്ങോട്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സൈഡ് ഓൾട്ടറിലേക്ക്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചാപ്പൽ എന്നാണ് അതറിയപ്പെടുന്നത്, സൈഡ് ഓൾട്ടറിലേക്ക് അദ്ദേഹത്തിൻ്റെ നാമകരണ പദവിയോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മാറ്റി പ്രതിഷ്ഠിക്കുകയാണ് പിന്നീട് ചെയ്തത്.
2014 ആണ്ടിൽ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ കത്തോലിക്ക സഭ ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനസമുച്ചയം ഒരുമിച്ച് കൂടിയ സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം 2014 ആണ്ടിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ തിരുനാൾ ദിനം അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥ സഹായം നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നിറയപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.